അവൻ എന്താ പറഞ്ഞത്? നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു തന്നിട്ടുണ്ടെന്ന്. അതിന്റെ അർത്ഥം നമ്മൾ ആരും പുറത്തു പോകരുത്. ഈ തോക്കും വെടിക്കോപ്പുമായിട്ട് നടക്കുന്ന ഒരുത്തൻ അവളെയും കൊണ്ട് എങ്ങോട്ടാ പോയിരിക്കുന്നെന്ന് ആർക്കറിയാം? എന്തിനാ പോയിരിക്കുന്നെന്ന് മക്കളെ ഞാൻ ഫോളോ ചെയ്യാം. പക്ഷെ ഒരൊറ്റ കുഞ്ഞു പോലും അറിയരുത്. ഞാൻ എവിടെയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ബാത്റൂമിലാണെന്ന് പറഞ്ഞേക്കണം. ചുവന്ന വണ്ടിയുടെ പുറകെ വിട്ടോ. ആരോ നമ്മൾ ഓട്ടോറിക്ഷയെ ഫോളോ ചെയ്യുന്നുണ്ട് സാർ. ആ ഓട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് പുറകെ കൂടിയതാ. എന്നാൽ അതൊന്നും അറിയണമല്ലോ. വണ്ടി നേരെ ലേബർ ക്വാർട്ടേഴ്സ് വഴി പോട്ടെ. എന്താ സാർ ഇതുവഴി? ആരോ ഒരാൾ ഓട്ടോറിക്ഷയിൽ കുറെ നേരമായിട്ട് കാറിനെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്താ കാര്യം ഒന്ന് അന്വേഷിച്ചേക്കണേ. ശരി സാർ. ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞു. എന്ത് ഗോപ്പിനാണോ ഇറങ്ങുന്നേ? സാറിന്റെ വണ്ടി ഫോളോ ചെയ്യുന്നത് അതെന്റെ അളിയനോ? അവൻ സാറിന്റെ അളിയനാണെന്ന് പറഞ്ഞ. അല്ല, ഇനി ഒരു പക്ഷെ ഭാസ്കരേട്ടെങ്ങാനും. ആ അച്ഛനാ? ഭാസ്കരേട്ടനുണ്ടോ അവിടെ? ഉണ്ട്, അവങ്ങളുടെ ബാത്റൂമിലുണ്ട്. എന്താ? ഏയ് ഒന്നുമില്ല, ചുമ്മാ. ഭാസ്കരേട്ടനും ഗോപുക്ക് വീട്ടിലുണ്ട്. അപ്പൊ അധികം ഉപദ്രവിക്കണ്ട. ഏതോ ഭ്രാന്തനാ. നമ്മുടെ കമ്പനി ചെലവില് ഏതെങ്കിലും ഒരു ഭ്രാന്താശുപത്രിയിലാക്കിയാല് എനിക്ക് യാതൊരു അസുഖമില്ല. സംശയം ഉണ്ട് ഈ ക്ലാപ്പൊക്കെ വെക്കുന്നതിന് അളിയനെ വിളിച്ച് അളയൻ കമ്പനി ചെലവിലൊന്ന് ട്രീറ്റ് ചെയ്ത ഷോക്ക് ട്രീറ്റ്മെന്റ് അവർക്കൊക്കെ വന്നുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. എന്റെ തല പിളരുന്നേ. പോയ കാര്യം എന്തായി? ഒന്നും പറയാനുള്ള പ്രാണം എനിക്കില്ല. എന്തും ചെയ്യാൻ മടിക്കാത്ത കുറെ കൂട്ടുകാരുണ്ട് അളിയന്. അവരിൽ നിന്നും അവനെ രക്ഷിച്ചില്ലേ നമ്മുടെ മീരയുടെ കാര്യം പോക്കാം. എനിക്കൊരു സംശയം. നീ അടിച്ചിട്ടുണ്ടോടാ? ഉണ്ട്, ഷോക്ക് അടിച്ചിട്ടുണ്ട്.